കായൽ, കാറ്റ്, ഉപ്പിലിട്ടത്. അന്തസ്. ഇതിലെ ഏറ്റവും വിജയം വെച്ചാൽ ഇവിടെ ഫാമിലി ആൾക്കാർ ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇത് പറയണേക്കാൾ നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങളിത് ആസ്വദിച്ചാലേ അറിയാൻ പറ്റും. കാര്യം ഈ കാണുന്ന ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം നമുക്ക് ആ മുട്ടോളം വെള്ളത്തിൽ നമുക്ക് നിൽക്കാം. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇത് മാത്രമല്ല, ഇനി ഒരു 4-5 ഐലൻഡും കൂടി നമുക്ക് ഉണ്ട്. അപ്പൊ ഈ ചേട്ടന്റെ വള്ളത്തിൽ തന്നെ നമുക്ക് ചേട്ടൻ എല്ലാ ഐലൻഡും ചേട്ടൻ നമുക്ക് കാണിച്ചു. നമുക്ക് കാണാം ഒത്തിരി പേര് പുതിയ പുതിയ ഐലൻഡ് കണ്ടിട്ട് അവരിതാ വന്നിട്ട് എങ്ങനെയുണ്ട്. ഇപ്പം ഇതില് കൂടുതൽ ഒന്നും പറയില്ല, കാര്യം അവരെ മുഖത്തുള്ള സന്തോഷം ഇപ്പൊ നമ്മൾ കണ്ടതാണ്. അപ്പൊ എത്രത്തോളം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. ഇന്നത്തെ സ്പോട്ട് നല്ല ഒരു ഹൈഡൻ സ്പോട്ടാണ്, സാമ്പാണിക്കൂടി. അപ്പോൾ ഇന്ന് അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ വിശേഷിക്കാൻ നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്ന ഇത് ഒരു കണ്ടൽക്കാടാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 വർഷമായിട്ടാണ് ഇങ്ങനെ ഒരു കായലിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വന്ന് ഇവിടെ ഈ ഒരു മുട്ടോളം ഒരു ആഴത്തിൽ ആയത്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെ കൊല്ലം നമ്മളെ അഷ്ടമുടി കായൽ, ആ കായലിൻ്റെ ആ സൈഡാണ് ഈ സാമ്പാണിക്കൂടി. ശരിക്കും ഇത് ഒരു കണ്ടൽക്കാടായിരുന്നു. ഇത് ഏകദേശം ഒരു 2 വർഷം ഈ വേലി കയറ്റം ആ ഒരു ആരംഭഘട്ടത്തിലാണ് ഇപ്പം ഈ ഒരു മുട്ടോളം കാണുന്ന ഈ ഒരു വെള്ളത്തിൽ ഇവിടെ ഇതായത്. ഇപ്പം ഇവിടെ കാണും, ഇവിടെ ഒത്തിരി ഇപ്പം ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. കാര്യം അവർക്ക് ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം ആൾക്കാർക്ക് നടക്കാം. പിന്നെ എന്താ പറയുക, അവർക്ക് ബോട്ടിങ്ങും ചെയ്യാം. പിന്നെ ഇതേപോലത്തെ കുറേ ഈ കൊച്ചു വള്ളത്തിലുള്ള ഇങ്ങനത്തെ ഈ കച്ചവടങ്ങൾ അങ്ങനത്തെ ഇവിടെ ഇപ്പോൾ കണ്ണി കാണുന്ന എല്ലാം നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഇനി ഇവിടെ വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇനി ഉള്ളതെന്ന് നമുക്ക് ആ ചേച്ചിയെടുത്ത് ചോദിക്കാം. ചേച്ചി, ഇവിടെ നമുക്ക് ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇവിടെ കാണാൻ? എന്ന് വെച്ചാൽ നമ്മളെ ഈ സാമാനിക്കൂടി അല്ലാതെ വേറെ ഐലൻഡ് അതായത് ഈ കാണുന്ന ഈ തോണിയിലല്ലേ, തോണിയിൽ അവർ 50 രൂപ ചാർജ് ചെയ്ത ബാക്കിയുള്ള കാണിക്കും. അതും ഇതേപോലത്തെ ഈ കണ്ടൽക്കാടും സംഭവങ്ങളും എല്ലാം ഉള്ളതാണ്. ഐലൻഡ് നടക്കൂടി. ഓക്കെ. ഇതിപ്പം എത്ര നാളായി ഇപ്പൊ ഇവിടെ ഈ ഒരു സംഭവമായിട്ട്? 2 കൊല്ലം. അപ്പൊ ആദ്യമേ ഇവിടെ ഈ ഒരു വെള്ളത്തിന്റെ ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു, അത് ഇപ്പൊ തൊട്ടാണ് ഇതിപ്പം ഇങ്ങനെ വന്നത്? സ്റ്റേഡിയം പോലെ നല്ല മൈതാനം പോലെ നിറഞ്ഞു നടന്നായിരുന്നു. അതിനുശേഷം ഇനി ഒഴുക്കിനൊക്കെ മാരിയൊക്കെ അടിച്ച് കാറ്റുമഴയത്തൊക്കെ മണ്ണ് ഒഴുകി മാറി അതിനുശേഷം പിന്നെ കണ്ടൽക്കാടിന്റെ വേസ്റ്റ് അതിമേക്കൂടെ പച്ചക്കറിയൊക്കെ ആണല്ലേ. പക്ഷെ ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇതിപ്പോ അറിഞ്ഞിങ്ങോട്ട് വരുന്നുണ്ടല്ലേ. കൊച്ചു കുട്ടികൾ മാത്രമല്ല, ഫാമിലി ആയും പോലെ അവർക്ക് നിന്ന് ആസ്വദിക്കുക ഉള്ള ഒരു നല്ലൊരു ഇതാണ്. ഇപ്പൊ ഞായറാഴ്ച പറഞ്ഞ ഇവിടത്തെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ വരുമ്പോൾ നമുക്ക് ഉപ്പിലിട്ട് നമുക്ക് മാങ്ങ, നെല്ലിക്ക സംഭവം, അതായത് അത്രയ്ക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യമുള്ള ആ ഒരു നാടിൻ രുചിയുള്ള നമുക്ക് കിട്ടും. അപ്പൊ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ചേച്ചി ഇവിടെ എന്താണ് സ്പെഷ്യൽ? അവിൽ മിൽക്ക്. ബാക്കി ഉള്ളതെല്ലാം ഉപ്പിലിട്ടാണ്. വേറെ എന്തൊക്കെയാണ് ഉപ്പിലിട്ട? പൈനാപ്പിൾ. ഇത് മാങ്ങയല്ലേ? അച്ചാറാ? ഓക്കെ, ഇത് ഉപ്പും മുളകും ഇട്ട മാങ്ങ. നമ്മളെ ഈ കുട്ടിക്കാലത്ത് കളിച്ചിട്ട് ഉള്ള പോലെ ഉപ്പല്ലേ ചേച്ചി? ഉപ്പും നമ്മളെ മുളകും എണ്ണയും വെളിച്ചെണ്ണ ഇട്ട നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുമ്പോഴത്തെ അത്. പിന്നെ നമ്മൾ കാണുന്ന ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്ക. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പൈനാപ്പിൾ ഉപ്പിലിട്ടത്. ഇവിടത്തെ ഒരു വൈബ് വെച്ച് നമുക്ക് ഇതായിട്ട് ആപ്റ്റാവും. കായൽ, കാറ്റ്, ഉപ്പിലിട്ടത്.
അന്തസ്. അപ്പം ഒരിക്കലും ഈ സ്പോട്ട് മിസ്സാക്കരുത്. ഇവിടെ വന്നാൽ മാത്രം ഇതിന്റെ ഈ ഒരു വൈബ് അറിയാൻ പറ്റും. ഈ കാണുന്നതാണ് ഈ കണ്ടൽക്കാടിന്റെ വേര്. ഇതിപ്പോ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ബാക്കി എല്ലാ വേരും താഴോട്ടാണ് മുളയ്ക്കുന്നത്. പക്ഷെ ഇത് ഓരോട്ടാണ് ഇതിന്റെ വേരുകൾ മുളച്ചു വരുന്നത്. ഇതിലെ ഏറ്റവും വിജയം എന്ന് വെച്ചാൽ ഇവിടെ ഫാമിലി ആൾക്കാർ ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ കണ്ട അറിയാം, ഒത്തിരി ആൾക്കാർ തന്നെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. കാര്യം ഇതൊരു ബീച്ചല്ല, ഇതൊരു എന്താ പറയുക, ഇത് വേറൊരു വൈവാണ്. കാര്യം നമുക്കതൊന്ന് വന്ന് കണ്ട് ഇത് പറയണേക്കാൾ നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങളിത് ആസ്വദിച്ചാലേ അറിയാൻ പറ്റും. കാര്യം ഈ കാണുന്ന ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം നമുക്ക് ആ മുട്ടോളം വെള്ളത്തിൽ നമുക്ക് നിൽക്കാം. ഒന്നും പറയില്ല, ആരും ഇത് വേറൊരു വൈവാണ്. ഈ കാണുന്ന വിഷ്വലാണ് ഹെലിക്യാമിൽ ഷൂട്ട് ചെയ്ത നമുക്ക് എങ്ങനെ സാമാന്യക്കൊടിയുടെ ഫുൾ വ്യൂ നമുക്കിത് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഇത് വേറെ ഹെലിക്യാമിൽ ഷൂട്ട് ചെയ്തൊന്നും അല്ല, എൻ്റെ ഹെലിക്യാമൊന്നും ഇല്ല, ഒരു ചെറിയൊരു ട്രൈപോഡ് വെച്ച് ഈ ഷൂട്ട് ചെയ്തത് മാത്രം. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പോണത് ഈ കാണുന്ന വള്ളയില്ലേ, ഈ വള്ളത്തിൽ ഇവിടെ ഏകദേശം ഇനി നമ്മൾ കാണാത്തൊരു 3-4 ഇതുണ്ട് ഐലൻഡ്. അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വൽ കാണാനാണ് ഇനി അടുത്ത് പോകുന്നത്. പോയിട്ട് വരാം ചേട്ടാ. അപ്പൊ ഈ കാണുന്ന പോലെ ഈ സാമ്പാണിക്കുടം ഇപ്പൊ ഇങ്ങനെ എത്ര നാൾ കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയത്? ഇതിപ്പോൾ ഈ ഇതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞത് 23 വർഷങ്ങൾക്ക് മുമ്പ് ദേശീയപാത വീതി കൂട്ടി കൊല്ലം കോട്ടപ്പുറം. ഈ കാണുന്നല്ലേ, ഈ കാണുന്ന കൊല്ലം കോട്ടപ്പുറം ഇതാണ് റൂട്ട്, ആലപ്പുഴ റൂട്ട്. ദേശീയപാത വീതി കൂട്ടിയപ്പം സാമാന്യക്കോടി ട്രജർ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ട മണ്ണാണിത്. ഇപ്പൊ അങ്ങനെ ഇത് ഫിഷിംഗ് ഏരിയ ആയിരുന്നു. അതായത് ഇത് ഒരു ഈ കണ്ടൽക്കാടായിട്ട് കണ്ടക്കാടല്ല, ഇത് ആരും വെച്ചുപിടിപ്പിച്ചല്ല, ഇത് തന്നെ കിളിച്ച കണ്ടക്കാടാ. ഇതുപോലുള്ള മീൻ പിടിക്കുന്ന ഏരിയ ആയിരുന്നു എല്ലാം. അന്ന് ഭയങ്കര എളുപ്പമായിരുന്നു ഇത് മണ്ണടിക്കാൻ ഒക്കെ എന്ന് പറഞ്ഞ്. പിന്നെന്താ അങ്ങനെ മണ്ണടിച്ചിട്ട് അത് കഴിഞ്ഞിട്ടല്ല ഞങ്ങൾ എന്റെ ഇവിടെ അപ്പുറത്താണ്. എന്റെ പേര് ജോയി. ഇതിപ്പം ചോദിക്കട്ടെ, ഇതിപ്പോ എത്ര കിലോമീറ്റർ ആണ് ഈ മുട്ടോളം ഈ ഒരു വെള്ളം ഉള്ളത്? എത്ര ദൂരം വരെ? 1 കിലോമീറ്റർ ചുറ്റളവുണ്ട്. 1 കിലോമീറ്റർ ഈ ഏരിയ ഇവിടെ നടന്ന് അപ്പുറം അരിന്തി കയറാം. ഇവിടെ ഇതിനപ്പുറം ഐലൻഡ്, ഞങ്ങളുടെ ഇവിടെ അപ്പുറമാണ്. ഐലൻഡാണ്. ഇതല്ലാതെ നമ്മളെ ഈ സാമാന്യക്കൊടി അല്ലാതെ ഇവിടെ വേറെ എന്തൊക്കെയാണ് കാണാനുണ്ട് നമുക്ക്? ഇതല്ലാതെ വേറെ ഇതിന്റെ അടുത്തായിട്ട് വേറെ ഐലൻഡ് കാര്യങ്ങൾ? ഐലൻഡാ 4 ഭാഗം വെള്ളം നടുക്ക്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇത് മാത്രമല്ല, ഇനി ഒരു 4-5 ഐലൻഡും കൂടി നമുക്ക് ഉണ്ട്. അപ്പൊ ഈ ചേട്ടന്റെ വള്ളത്തിൽ തന്നെ നമുക്ക് ചേട്ടൻ എല്ലാ ഐലൻഡും ചേട്ടൻ നമുക്ക് കാണിച്ചു എല്ലാ ഐലൻഡും പിടിക്കാം. ഇവിടെ ഇവിടെ ഒരു 9-10 ഐലൻഡ് ഉണ്ട്. ഈ 10 ഐലൻഡ് ഇറങ്ങി വരണമെങ്കിൽ അല്ല, നമുക്ക് ഉള്ളതിൽ നല്ലൊരു കാണാൻ നല്ല ഇതേപോലത്തെ ഒരു വൈബ് ഉള്ള ഒരു 10 ഐലൻഡ് ഇറങ്ങി വരണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ എടുക്കും. എടുക്കും വള്ളത്തിൽ സ്പീഡ് നമ്മൾ വരണമെങ്കിൽ. ഇതിപ്പോ ഒരു 6 മണിക്കൂർ യാത്രയുണ്ട്. അതിപ്പോ ഞങ്ങള് അല്ല, ഞങ്ങള് 10 മിനിറ്റ് യാത്രയ്ക്ക് ഒരു 50 രൂപയാണ്. ഇതിപ്പോ ഒരു നിങ്ങളുടെ തീരുമാനമാണ്. ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് പോവാം. എന്തായാലും വന്ന സ്ഥിതിക്ക് ഈ ചേട്ടനാണ് അടുത്തുള്ള 3-4 ഐലൻഡ് ആരും കാണാത്തുള്ള ഹൈഡൻ സ്പോട്ട് ഐലൻഡ് നമ്മൾ പോവുകയാണ്. വരൂ. അങ്ങനെ നമ്മൾ സാമാന്യക്കുടിയിൽ നിന്ന് നമ്മൾ അടുത്ത് നമ്മൾ ആരും കാണാത്ത ഒരു സൂപ്പർ ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. വാ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായൽ, കാറ്റ്, അന്തസ്, ആ വൈവാണ് പിടിക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പോകുന്ന ഐലൻഡ് എന്തൊക്കെയാണെന്ന് ചേട്ടൻ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഈ കാണുന്ന ഐലൻഡിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും. ഈ കാണുന്ന ഐലൻഡിൽ 68 വീടുകളുണ്ട്. 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ് ഇത്. 68 വീട്ടില് ചില ടൈമില് വെള്ളം കയറും. ഇവിടെ വെള്ളം കയറുമ്പോ ആരും അറിയത്തില്ല. ചേട്ടാ, വെള്ളം കയറുമ്പോ ഇവിടത്തെ ഗവൺമെന്റ് എങ്ങനെ നിങ്ങൾ ഇവിടെ അങ്ങനെ വലുതായിട്ട് ഇവിടെ വെള്ളം കയറി വരുന്ന സിറ്റുവേഷൻ ഇല്ല. കടലടുത്ത് കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല, അങ്ങ് പോകും. വലിയ മഴ പെയ്താലും 2018 പ്രളയത്തിലൊന്നും ഇവിടെ വെള്ളമില്ല. ആ ടൈമിലൊന്നും ഇവിടെ വെള്ളമില്ല. ഇവിടെ വെള്ളങ്ങള് അപൂർവമായിട്ടേ ഉള്ളു വെള്ളം പൊന്തി നിൽക്കുന്നത്. ഇത് തോമസ് ഐലൻഡ്. എന്താണ് തോമസ്? തോമസ് തോമസ് അതെന്താ ആ ഒരു പേര് വരാൻ കാരണം? സെന്റ് തോമസ് ഐലൻഡ്. ഓക്കെ. അത് പണ്ട് തോമസ് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് താമസിച്ച, അങ്ങനെയാണ് അതിന് തോമസ് ഐലൻഡ് എന്ന് പറഞ്ഞ് ഒരു അച്ഛനാണ് ആ പേരിട്ട് കൊടുത്തത്. ഇത് ഫാത്തിമ ഐലൻഡ്. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ചേട്ടാ, നമ്മൾ ഈ കാണുന്നു ഇപ്പൊ ഇവിടെ എത്ര താഴ്ച കാണും? ഇവിടെ ഇത്ര നമുക്ക് നിൽക്കാവുന്ന അത്രയും വെള്ളമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ബോട്ടുകൾ പോകുന്ന സ്ഥലങ്ങൾ മൊത്തം നമുക്ക് നിൽക്കാവുന്ന അത്രയും വെള്ളമേ ഉള്ളൂ. ഓക്കെ. അതാണല്ലോ ഞങ്ങളിങ്ങനെ
കാണിച്ചു തരാം ഒന്ന് കാണിച്ചത് ഇത്രേ ഉള്ളൂ കണ്ടോ. കണ്ടില്ലേ ചേട്ട കള്ളം പറഞ്ഞില്ല. നമ്മൾ ഏകദേശം സാമാന്യക്കൊടിയിൽ നമ്മൾ ഒരു 500 മീറ്ററോളം നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നാ പോലെ വെള്ളമേ ഉള്ളൂ ഇവിടെ. നമ്മള് പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇത്രയും വെള്ളമുള്ളൂ. ഓനെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ പോകാൻ നമുക്ക് അലോഡില്ല. ഇതിപ്പോ എത്ര നാളായിട്ട് ഈ ഒരു അളവില് ഇങ്ങനെ നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ് തുടങ്ങിയതാണ്. അന്നേരം സ്വകാര്യ വ്യക്തികളായിരുന്നു. ഇപ്പം DTPC ഏറ്റെടുത്ത് DTPCയുടെ അണ്ടറിലാണ് ഇപ്പൊ. ഈ വള്ളങ്ങള് ഐലൻഡ് കറങ്ങി വരുന്ന വള്ളങ്ങളാണ് ഇതല്ലേ. നമുക്ക് കാണാം ഒത്തിരി പേര് പുതിയ പുതിയ ഐലൻഡ് കണ്ടിട്ട് അവരിതാ വന്നിട്ട് എങ്ങനെയുണ്ട് എല്ലാരും ആ കാണുന്ന എല്ലാവരും ഐലൻഡ് കണ്ട ആ ഒരു അനുഭവമാണ് അവര് പറയുന്നത്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇതിൽ കൂടുതൽ നമ്മളൊന്നും പറയണ്ട. അതെ അതെ, ഇപ്പം ഇതിൽ കൂടുതൽ ഒന്നും പറയില്ല. കാര്യം അവരെ മുഖത്തുള്ള സന്തോഷം ഇപ്പൊ നമ്മൾ കണ്ടതാണ്. അപ്പൊ എത്രത്തോളം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് യഥാർത്ഥ കണ്ടൽ. കണ്ടൽ കണ്ടൽ മരം എന്ന് പറയുന്നത് ഇതാണ് കണ്ടൽ മരം. ഈ കണ്ടൽ കാട് ഇത് എങ്ങനെ ഇവിടെ ആരെങ്കിലും കൊണ്ട് ഇത് ഫസ്റ്റ് നട്ടുപിടിപ്പിച്ചാണ്. പിന്നെ പിന്നെ അങ്ങ് കിളിച്ചോളൂ. ഇത് അടുത്തൊരു ഐലൻഡ് ആണ് അല്ലേ? ഇത് ഫാത്തിമ ഐലൻഡ്. ഫാത്തിമ. അപ്പൊ ഇവിടെ എത്ര പേര്? അവിടെ 100-150 വീടുകളുണ്ട്. ചേട്ടാ, അപ്പൊ ഇവരെല്ലാം ജോലി എന്തായിരിക്കും ഈ ഒരു ഐലൻഡിലുള്ള? മത്സ്യബന്ധന മേഖലയാണ്. ഫുള്ള് മത്സ്യബന്ധനമാണ്. പിന്നെ ഇപ്പം കുറച്ച് പിള്ളേരൊക്കെ ഗൾഫിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതിപ്പോ ചേട്ടാ വള്ളം വഴി അല്ലാതെ വേറെ വഴിയുണ്ടോ ഇവർക്ക് വീട്ടിൽ? വേറെ ഇല്ല. എല്ലാ പാലം പണിയും തീർന്നാൽ വഴിയായി. വേണ്ട പാലം. അപ്പൊ ഈ കാണുന്നതാണ് ഫാത്തിമ ഐലൻഡ്. ചേട്ടാ പറയാം ഏകദേശം ചേട്ടാ ഒരു എത്ര 30-40 കുടുംബം, 150ഓളം കുടുംബമുണ്ട്. അപ്പം ഇവർ പറഞ്ഞ പോലെ ഈ ബൈക്കോ കാറോ ഇവർക്ക് അങ്ങനത്തെ ഒരു മാർഗമില്ല. ഈ കാണുന്ന ഈ വള്ളങ്ങളിലാണ് അവര് നിത്യ ഉപയോഗ സാധനങ്ങളും മറ്റും അവർ കൊണ്ടുവരുന്നത് എന്നാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ അടുത്തതായി കാണുന്ന ഈ പാലം പോലെ ചേട്ടാ ഇതല്ലേ പറയണേ ഈ പാലം? ഈ പാലത്തിന്റെ പാലം പണി കഴിഞ്ഞാൽ ഫ്രീ ആയി വള്ളം. അപ്പൊ ഈ കാണുന്ന പാലം പണി കഴിഞ്ഞ ഇവർക്ക് ഇതേപോലെ ബൈക്കും കാറും ബാക്കി എല്ലാം അവർക്ക് യൂസ് ചെയ്യാം. അപ്പം ഇവിടുത്തെ ഈ 3-4 ഐലൻഡിലും അവരെ വരുമാന മാർഗം എന്ന് പറഞ്ഞ ഈ മത്സ്യബന്ധനമാണ് അവരെ വരുമാനം. ഇതാണ് വീശുവല അല്ലേ? ഇപ്പൊ പറഞ്ഞ പോലെ അവരെ ഒരു ജീവിത മാർഗമാണ് നമ്മൾ കാണുന്നത്. കാര്യം ഈ ഒരു ഇവിടുത്തെ ഈ ഒരു മത്സ്യബന്ധനത്തെ ആണ് അവര് ആശ്രയിച്ച് അവർ ജീവിക്കുന്നത്. ഇത് അടുത്ത ഐലൻഡ്, ഇത് ജോസഫ് ഐലൻഡ്. അപ്പം ഇതെല്ലാം ഇവിടെ 3-4 വീടുകളേ ഉള്ളൂ. എന്താണ് അല്ല അതെന്താണ് അത്രയും കുറവ്? ഒരു സെമിനാരിയാണ്. കാണിച്ചുതരാം, അങ്ങോട്ട് വരുമ്പോ കാണിക്കാം. ഇവിടെ വെള്ളം കുറവാണല്ലോ. അതെ അതെ അതെ, ഇതെല്ലാം നല്ല കാഴ്ചകളാണ്. അതെ അതെ. 4 സൈഡും കൊക്കുകൾ ഇരിക്കുന്നു, 2 സൈഡും കൊക്കുകൾ ഇരിക്കുന്നു. നടുവിലൂടെ യാത്ര. അപ്പുറം ഇപ്പുറം ഉണങ്ങിയിരിക്കുന്നു. ഇതിപ്പം കൊല്ലം ജില്ലയിലാണെന്ന് ഇപ്പൊ ഇത് കാണുന്ന ചിലപ്പോ മിക്കവർക്ക് ഇതിനെ പറ്റി അറിയാൻ സാധ്യത കുറവാണ്. കാര്യം നമ്മളെ അടുത്ത് കിടന്നിട്ട് ഈ ഒരു സ്ഥലം ഇപ്പം കുറച്ച് നാളുകൊണ്ടാണ് ഇതിപ്പം അറിയപ്പെടുന്നത്. ഇങ്ങനത്തെ 1-2 വീഡിയോയും കാര്യങ്ങളും കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷമാണ് ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർ കയ്യിൽ ഫിഷിംഗ് ബോട്ട് പോകുന്നത്. അപ്പുറത്തോടാണ് ഫിഷിംഗ് ബോട്ടുകൾ പോകുന്നത്. ആ കിടക്കുന്ന ഫിഷിംഗ് ബോട്ടുകൾ. ഇപ്പം അങ്ങ് ദൂരെ കാണുന്നത് ഫിഷിംഗ് ബോട്ടിന്റെ പണി നടക്കുന്ന അതാണ്, ഷെഡാണ് നമ്മൾ കാണുന്നത്. ഇത് സെമിനാരിയാണ്. ഇത് ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട് സ്ഥലം. എവിടെയാണ് ഈ കാണുന്ന? ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ദിവസമായിട്ടാ പറഞ്ഞ കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസം? ശനി ഞായർ. സെക്കൻഡ് സാറ്റർഡേയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. സാറ്റർഡേ വരുന്ന ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പം ചേട്ടാ ഇതിന്റെ ഒരു ഐഡിയ കൊണ്ടുവന്ന ആരാണ്? ഇപ്പൊ ഇതേപോലെ വള്ളത്തിൽ ഇവിടെ ഉള്ള ഓരോരോ ഐലൻഡ് കൊണ്ട് കാണിക്കാം എന്നുള്ള ഒരു ഐഡിയ ആരാണ് കൊണ്ടുവന്നത്? അത് ഓരോരുത്തരും ഇങ്ങനെ ആദ്യം ഒരു ആള് തുടങ്ങിയതാണ്. അയാളുടെ ജീവിതമാർഗം കണ്ട് എല്ലാരും ജീവിതമാർഗം അപ്പൊ എല്ലാരും അയക്കുന്ന പാത പിന്തുടർന്നു.
എല്ലാവരും വള്ളങ്ങൾ മേടിച്ച് എല്ലാവരും ഓടാൻ തുടങ്ങി. ഇത് സെന്റ് തോമസ് ഐലൻഡ് ആണ്. ഇത് നമ്മൾ കറങ്ങി വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഇച്ചിരി സമയമുണ്ട്. അതാ പറഞ്ഞ 15 മിനിറ്റ് 20 മിനിറ്റ് എടുക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഐലൻഡ് ആണ് ഫാത്തിമ ഐലൻഡ്. അത് ഫാത്തിമ കഴിഞ്ഞ ഐലൻഡ്. വീട് ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ ഈ ഫാത്തിമ ഐലൻഡ് കഴിഞ്ഞ് അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഇതാണ്. നമുക്ക് കാണാം ഇപ്പൊ വീട്ടിന്റെ സൈഡിലൊക്കെ കുറെ പേര് ഇതാ ഈ ഒരു കായൽക്കര ആസ്വദിച്ച് അവർ ചായയും മറ്റും ആസ്വദിച്ച് കുടിക്കുന്ന രംഗങ്ങൾ. കേരളത്തിലെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നാണത്. സെന്റ് ജോസഫ് ചർച്ച്, കുരീപ്പുഴ. ഇവിടുന്ന് ഏകദേശം ഈ സാമ്പ്രാണിക്കോടിയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 1 കിലോമീറ്റർ ദൂരമില്ല. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട സാമ്പ്രാണിക്കോടി. കണ്ട, അതായത് കറക്റ്റ് ഇപ്പൊ ഇതൊരു ഐലൻഡ് ആണെന്ന് ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നത് ഈ ഒരു വിഷ്വലിൽ നിന്ന്. കാര്യം നമ്മളെ കായലിന്റെ സെന്ററിൽ ഒരു ദ്വീപ്. അപ്പം നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് ഇവിടെ ഓരോരോ ദ്വീപുകളും കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തന്ന ചേട്ടൻ പേര് കുഞ്ഞുമോൻ. ചേട്ടന് എല്ലാവിധ സ്നേഹവും അറിയിച്ചുള്ളൂ. താങ്ക്സ് ചേട്ടാ. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ സാമ്പ്രാണിക്കോടിയിൽ എന്തൊക്കെയാണ് നമ്മൾ കുറെ വിഷ്വൽ കണ്ടു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ബെൽ ബട്ടൺ. ഓക്കെ, ബൈ.